വിശദമായ വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂർ ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ 30 കുട്ടികൾ മരണപ്പെട്ടു. ദാരുണ സംഭവം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലത്തിലാണ്. ഓക്സിജൻ വിതരണത്തിൽ പാകപ്പിഴവെന്ന ആക്ഷേപം. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് തത്സമയം ചേരുന്നു. സന്തോഷ്, വിവരങ്ങളിലേക്ക്. ലക്ഷ്മി, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് രാജ്യത്തെ ഞെട്ടിച്ച ദാരുണമായ സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ലോക്സഭാ മണ്ഡലമായ ഗോരഖ്പൂരിലെ ബിയ ഹോസ്പിറ്റൽ സർക്കാർ ആശുപത്രിയിലാണ് ഓക്സിജൻ വിതരണം നിലച്ചതിനെ തുടർന്ന് 30ഓളം കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ചയോടുകൂടി തന്നെ ഈ പ്രശ്നം ആരംഭിച്ചിരുന്നു. അന്ന് ഓക്സിജൻ വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. 21 കുട്ടികളാണ് അന്ന് രാത്രിയോട് കൂടി മരണപ്പെട്ടത്. മസ്തിഷ്ക വീക്കത്തെ തുടർന്ന് 3 വാർഡുകളായി പ്രവേശിക്കപ്പെട്ട കുട്ടികളാണ് മരണപ്പെട്ടവരിൽ ഏറെയും. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഓക്സിജൻ വിതരണം പൂർണ്ണമായും നിലച്ചു. അങ്ങനെ 48 മണിക്കൂറിനിടയിൽ 30 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. 2 ദിവസം മുമ്പ് യോഗി ആദിത്യനാഥ് ഈ ആശുപത്രി സന്ദർശിച്ചിരുന്നു. പക്ഷെ ഈ പ്രധാന വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടില്ല എന്നാണ് ഇപ്പോൾ ആരോപണമായി ഉയരുന്നത്. എന്തായാലും പ്രശ്നം ഏറെ ഗുരുതരമായിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കാരണം ഇത് ആകെ ഒരു ഉള്ളിലായതിനാൽ, അധികം പുറം ലോകവുമായി ബന്ധമില്ലാത്തൊരു ആശുപത്രി ആയതിനാൽ കൊണ്ട് തന്നെ ഈ വിഷയം ആദ്യമൊന്നും പുറത്തറിഞ്ഞില്ല. ഇപ്പോൾ പ്രശ്നം രൂക്ഷമായതോടുകൂടി മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതോടുകൂടി മറ്റ് ചികിത്സയ്ക്കായി പ്രവേശിക്കപ്പെടുന്ന മറ്റ് രോഗികളെ കൂടി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്തായാലും 66 ലക്ഷം രൂപയുടെ കടം ഓക്സിജൻ വിതരണം ചെയ്യുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട ആശുപത്രിക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് സർക്കാർ നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഓക്സിജൻ നൽകുന്ന സ്ഥാപനം ഓക്സിജൻ വിതരണം പൂർണ്ണമായും നിർത്തിയതും ഇത്ര ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്. എന്തായാലും പിഞ്ചു കുട്ടികൾ പിടഞ്ഞു മരിക്കുന്നതിന് അമ്മമാർ തന്നെയാണ് പല ആശുപത്രികളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. മന്ത്രി കെ ശൈലജയുടെ ഭർത്താവ് തന്നെ മർദ്ദിച്ചുവെന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മട്ടന്നൂർ നഗരസഭാ മുൻ അംഗം ഷീല രാജൻ. സംഭവം അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. മട്ടന്നൂർ വിജയത്തിന് ശോഭ കെടുത്താനാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P ജയരാജനും പറഞ്ഞു. പാർട്ടി പ്രവർത്തകയായ ദളിത് യുവതിയെ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാസ്റ്റർ മർദ്ദിച്ചുവെന്നായിരുന്നു മലയാള മനോരമ, മംഗളം, വീക്ഷണം, ജന്മഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്ത. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ പറ്റി പരാതി പറയാനെത്തിയ ബൂത്ത് ഏജന്റും മഹിളാ അസോസിയേഷൻ നേതാവുമായ ഷീല രാജനെ ഭാസ്കരൻ മാസ്റ്റർ ചീത്ത വിളിക്കുകയും തല്ലുകയും ചെയ്തുവെന്നായിരുന്നു വാർത്തയിലുള്ളത്. എന്നാൽ അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷീല രാജൻ പീപ്പിളിനോട് പറഞ്ഞു. അല്ലല്ല, അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും നടന്നിട്ടതായിട്ടുമില്ല. അങ്ങനെ ഒരു വാർത്തക്ക് പിന്നിൽ എനിക്ക് ഇപ്പം മറ്റ് പാർട്ടിക്കാർ അങ്ങനെ ആയിരിക്കാൻ സാധ്യത. അങ്ങനെ ഭാസ്കരൻ മാഷും ഞാനും തമ്മിൽ അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ അത് പത്രത്തിൽ വന്നത് ഞാൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത വാർത്തയാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വാർത്ത വ്യാജമാണെന്നും പരാതി ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. CPIMന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുക്കുന്ന പരാതി ആദ്യമേ തന്നെ മലയാള മനോരമക്കെല്ലാവരും ലഭിക്കുക. മട്ടന്നൂരിൽ LDFനുണ്ടായ അഭിമാനകരമായ വിജയത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനു വേണ്ടി മനഃപൂർവ്വമായി കെട്ടിച്ചമച്ചതാണ് ഇത്തരമൊരു വാർത്ത എന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ശോഭ കെടുത്താനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് വ്യാജ വാർത്തയെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനും പറഞ്ഞു. തെറ്റായിട്ടുള്ള വാർത്തയാണ് ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നത്. അവരിപ്പോൾ പത്രങ്ങളെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്കെതിരായി നിയമ നടപടി കൈക്കൊള്ളും. അപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം, കണ്ണൂർ ബ്യൂറോകൾക്കൊപ്പം PV കുട്ടൻ, കോഴിക്കോട്. മട്ടന്നൂരിൽ തന്റെ ഭർത്താവ് യുവതിയെ മർദ്ദിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ ശൈലജ. വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ആരോപണം യുവതി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇവർ പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി കൊടുത്താൽ അത് പിറ്റേന്ന് മനോരമക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് വന്നത്. ഈ വാർത്തയുടെ ഉറവിടം എവിടെയാണെന്ന് അറിയില്ല. ഈ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ആ കുട്ടി, അതിൻ്റെ കുടുംബം ഇന്ന് ഇതിനെതിരായിട്ട് പത്രപ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെതിരായിട്ട് ലീഗൽ ആക്ഷന് പുറപ്പെടുകയാണ്. കാരണം ഇത്രയേറെ അവമതി ഉണ്ടാക്കുന്നൊരു വാർത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളതിൽ ശരിക്കും സങ്കടമുണ്ട്. സങ്കടപ്പെടേണ്ട കാര്യം മാത്രമല്ല, അത് അറിയണമല്ലോ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്.
തിരികെ വാർത്തകളിലേക്ക്. കൊല്ലത്ത് മുരുകൻ എന്ന യുവാവിന് ചികിത്സ നിഷേധിക്കപ്പെട്ട കേസിൽ 5 ആശുപത്രികൾക്കും വീഴ്ച പറ്റിയെന്ന പോലീസ് റിപ്പോർട്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. അതേസമയം ആരോഗ്യവകുപ്പ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. സർക്കാർ നിയോഗിച്ച ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കൊല്ലത്തെ ആശുപത്രികളിലെത്തി പരിശോധന ആരംഭിച്ചു. മുരുകൻ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥയാണ് സംഭവിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. 5 ആശുപത്രികൾക്കും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ല. മുരുകനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരെയാണ് ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക. മുരുകനെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത് പോലീസല്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. അതേസമയം കൊട്ടിയം സിഐയുടെ അന്വേഷണത്തിന് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് ACP അശോകൻ മേൽനോട്ടം വഹിക്കും. കൊട്ടിയം സിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ നിരത്തിയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. ആരോഗ്യവകുപ്പും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുരുകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ കൊല്ലത്തെ ആശുപത്രികളിൽ പരിശോധന നടത്തി. നാളെ തിരുവനന്തപുരം ജില്ലയിൽ പരിശോധന നടത്തും. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ RL സരിത പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്വേഷണം പൂർത്തിയായിട്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. തീർച്ചയായിട്ടും സർക്കാർ നിർദ്ദേശിച്ച ഒരു സമിതി എന്നുള്ള നിലയിൽ നമ്മൾ അന്വേഷണത്തിന് വന്നു. അന്വേഷണം പൂർത്തിയായ മുറയ്ക്ക് സർക്കാരിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. ഇതൊരു ഡിപ്പാർട്ട്മെന്റൽ സമിതിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരിക്കും. റിപ്പോർട്ട് വന്ന ശേഷം തീർച്ചയായിട്ടും റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആവും. മുരുകൻ മരിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി. വീഴ്ചയുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിനെതിരെയും നടപടിയെടുക്കുമെന്നും മന്ത്രി KK ശൈലജ പറഞ്ഞു. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള കമ്മിറ്റി അന്വേഷിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും മറച്ചു വെക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ മുരുകന്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഈ കേരളത്തിനകത്താണ് സംഭവിച്ചത്, മറ്റൊരു സംസ്ഥാനത്തുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് അപ്പോൾ പൊതുവെ അപകടങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ആരോഗ്യവകുപ്പും നമ്മളും എല്ലാം പോകേണ്ടത്. അതിനുള്ളൊരു പരിശ്രമം ഞങ്ങളിപ്പോൾ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വാർത്തകളിലേക്ക്. ശ്രീവത്സം ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ പണിതുകൊണ്ടിരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം പൊതുമരാമത്ത് നിയമവും നഗരസഭാ കെട്ടിട നിർമ്മാണ നിയമവും ലംഘിച്ചാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണാനുമതി നൽകിയതിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകാതെ പത്തനംതിട്ട നഗരസഭയും നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ്. ശ്രീവത്സം ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ പണിതുകൊണ്ടിരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് നിയമവും നഗരസഭാ കെട്ടിട നിർമ്മാണ നിയമവും ലംഘിച്ച് ശ്രീവത്സം ഗ്രൂപ്പിന് പത്തനംതിട്ട റിംഗ് റോഡ് സൈഡിൽ 40 സെന്റ് സ്ഥലം നികത്തി കെട്ടിടം പണിക്ക് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അനുമതി നൽകിയിരുന്നത് വലിയ പരാതിയായിരുന്നു. എന്നാൽ വിവാദ തീരുമാനത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് നഗരസഭ തടിയൂരി. അതിനിടയിൽ അനുവാദം നൽകിയ ഫയൽ കാണാതാവുകയും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ശ്രീവത്സം സമർപ്പിച്ച രേഖകൾക്ക് പോലും ആധികാരികതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാതെ നിലവിലെ നഗരസഭാ കൗൺസിലും ശ്രീവത്സം ഗ്രൂപ്പിന് വഴിവിട്ട സഹായം തന്നെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിലൂടെ നഗരസഭയിലെ പല ഉന്നതർക്കും സാമ്പത്തിക ലാഭമുണ്ടായിട്ടുണ്ടെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാസം 18 മാറ്റി. പ്രോസിക്യൂഷന്റെ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ജാമ്യ ഹർജി മാറ്റിയത്. അതിനിടെ ആലുവ സബ് ജയിലിലെത്തി അമ്മ സരോജവും സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും ദിലീപിനെ സന്ദർശിച്ചു. അന്വേഷണ സംഘത്തിനും മാധ്യമങ്ങൾക്കും എതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ദിലീപ് വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി C. ശ്രീധരൻ നായരും ദിലീപിനായി അഡ്വക്കേറ്റ് B. രാമൻപിള്ളയും ഹൈക്കോടതിയിൽ ഹാജരായി. ഹർജി പരിഗണിച്ച കോടതി കൂടുതൽ വാദത്തിനായി തീയതി നിശ്ചയിക്കുകയായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ നിലപാട് രേഖാമൂലം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ എതിർത്തുകൊണ്ടാണ് ദിലീപ് പുതിയ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. തന്നെ ഇല്ലാതാക്കാൻ ചലച്ചിത്ര മേഖലയിൽ ഗൂഢാലോചന നടന്നുവെന്നും പൾസർ സുനിയുടെ സഹായത്തോടെ അവർ ആ ലക്ഷ്യം കണ്ടെന്നുമാണ് പുതിയവാദം. വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. ദിലീപിന്റെ ജാമ്യാപേക്ഷ മുൻപ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. അതിനിടെ ആലുവ സബ് ജയിലിലെത്തി അമ്മ സരോജം ദിലീപിനെ സന്ദർശിച്ചു. മകൻ അനൂപിനും മരുമകൻ സുരാജിനുമൊപ്പമാണ് അമ്മ മകനെ കാണാൻ എത്തിയത്. 10 മിനിറ്റ് മാത്രമായിരുന്നു സന്ദർശനം. മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചില്ല. ദിലീപ് ജയിലിലെത്തി 1 മാസം പിന്നിടുമ്പോഴാണ് അമ്മ സരോജം മകനെ കാണാൻ എത്തിയത്. അമ്മയെ ജയിലിൽ കൊണ്ടുവരുന്ന നിർദ്ദേശം ദിലീപ് നേരത്തെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നു. എന്നാൽ ദിലീപിന്റെ ജയിൽവാസം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ്
അമ്മ മകനെ കാണാനായി ജയിലിലെത്തിയത്. സഹോദരൻ അനൂപും സുരാജും നേരത്തെയും ദിലീപിനെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.